നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ്. കഞ്ചാവ് കണ്ടെത്തിയത് മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.932 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം സ്വദേശികളായ 2 പേർ പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് വഴിക്കടവ് പുത്തൻപീടിക വീട്ടിൽ 37 വയസ്സുള്ള കോയക്കുട്ടി, പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള സക്കീർ എന്നിവർ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീണ്ടും അനൗൺസറെ ശകാരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഭൂഭവനരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സംസാരിച്ച അനൗൺസറാണ് മുഖ്യമന്ത്രിയുടെ ശകാരത്തിനിരയായത്. ശകാരിച്ചത് മുഖ്യമന്ത്രി ഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനിടെ ശബ്ദമുയർത്തി മൈക്കിൽ അനൗൺസ് ചെയ്തതിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് KPCC ഉപസമിതി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് BJP. സുരേഷ് ഗോപിയുടെ വിജയം KPCC റിപ്പോർട്ടിൽ പറയുന്നതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ കൊണ്ടാണെന്നും പൂരം കലക്കിയതുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചതെന്ന VD സതീശന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ BJP നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് വരണം. ഓരോരുത്തരും മാലിന്യ സംസ്കരണം അവരവരുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണമെന്നും ജില്ലാ കളക്ടർ. സ്വച്ഛതാ ഹി സേവാ മിഷൻ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കൊളപ്പുള്ളിയിൽ കളക്ടർ നിർവഹിച്ചു. സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും അവരവരുടെ വീടുകളിൽ മാലിന്യം സംസ്കരിക്കാൻ കുട്ടികൾ മുൻകൈയെടുക്കണമെന്നും കളക്ടറുടെ ആഹ്വാനം. കേവലം തീയണയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാവകുപ്പ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രളയം, ഉരുൾപൊട്ടൽ സാഹചര്യങ്ങളിൽ മാത്രമല്ലാതെ പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് അഗ്നിരക്ഷാസേന കാഴ്ചവെച്ചതെന്ന് മുഖ്യമന്ത്രി. തൃശൂരിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തീകരിച്ച റെസ്ക്യൂ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ്. ആധുനിക യുഗത്തിൽ നിരവധി മാർഗങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും കേരളത്തിന്റെ ആവശ്യത്തിന് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഗതികേടാണെന്ന് സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ. പ്രൊഫഷണലിസത്തിലേക്ക് മാറുന്നതിൽ KICBക്ക് വൈമുഖ്യമുണ്ടെന്നും മുണ്ടൂർ സേതുമാധവൻ. വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സഹായമില്ലാതാക്കാൻ മാധ്യമങ്ങൾ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കി LDF. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധത മറച്ചുപിടിക്കാനാണ് സർക്കാരിനെതിരെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ. സംസ്ഥാന പാതയിൽ പത്തിരിപ്പാല ചന്തയ്ക്ക് സമീപം കാറിടിച്ച വയോധികൻ മരിച്ചു. മരിച്ചത് മങ്കര സ്വദേശി 72 വയസ്സുള്ള ഹംസ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ പരുത്തിപ്രയിൽ അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുതി തൂണിലിടിച്ച അപകടം. വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റിയത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന്. തൃശൂർ ചേലക്കര നാട്ടിയം ചിറയിൽ നിയന്ത്രണം വിട്ട വാഹനം മറിഞ്ഞു. ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടിച്ചെടുത്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ SI അനിൽ മാത്യുവും സംഘവും പിടിച്ചെടുത്തത്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓണത്തിന്റെ ഭാഗമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തീവണ്ടി മാർഗം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന് റെയിൽവേ DYSP സുരേഷ് കുമാറിനും CI PV രമേശ് കുമാറിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഷൊർണൂർ SI അനിൽ മാത്യുവും സംഘവും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആളില്ലാത്ത നിലയിൽ 2 ബാഗുകളിലായി 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് ലഭിച്ചത്. പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രതികൾ ബാഗ് ഉപേക്ഷിച്ചു പോയതാണെന്നാണ് നിഗമനം. ഇതുവരെ നടത്തിയ കഞ്ചാവ് വേട്ടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൂക്കം വരുന്ന കഞ്ചാവാണ് ലഭിച്ചതെന്ന് SI അനിൽ മാത്യു പറഞ്ഞു. നേത്രാവതി ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ ജനറൽ കോച്ചിൽ നിന്ന് 12.275 കിലോ തൂക്കം വരുന്ന കഞ്ചാവിൻ്റെ പൊതികളാണ് കണ്ടത്. നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് ചെക്ക് ചെയ്തപ്പോൾ സാധാരണ ലെവലിൽ ലിക്കർ കിട്ടാറുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ കഞ്ചാവാണ് ലഭിച്ചിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുന്നത്.
സംഘത്തിനൊപ്പം പോലീസ് ഓഫീസർമാരായ ഗോകുൽദാസ്, മുഹമ്മദ് ലത്തീഫ്, ധർമ്മചന്ദ്രൻ, സുരേഷ്, ശ്രീജ രാജു തുടങ്ങിയവരുമുണ്ടായിരുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.932 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. വഴിക്കടവ് പുത്തൻപീടിക വീട്ടിൽ കോയക്കുട്ടി, പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ സക്കീർ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി ഇരുവരെയും പിടികൂടിയത്. ട്രെയിൻ ഇറങ്ങി വരികയായിരുന്നവർ സംശയം തോന്നി ബാഗ് പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പാലത്ത് ട്രെയിൻ ഇറങ്ങി ബസ് മാർഗം പോകുന്നതിനായാണ് ഒറ്റപ്പാലത്തിറങ്ങിയത്. ഒറീസയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ്, SIM സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വീണ്ടും അനൗൺസറെ ശകാരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂഭവനരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്ന തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സംസാരിച്ച അനൗൺസർ അക്കിടിയിലായത്. ശിലാഫലകം പ്രകാശനം ചെയ്യുകയായിരുന്ന മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് തന്നെ അനൗൺസറെ ശകാരിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ മഹനീയ കർമ്മം സ്നേഹമുള്ളവരെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ മഹനീയ കർമ്മം മാലിന്യ സംസ്കരണത്തിന് നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര IAS. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്നും അവർ പറഞ്ഞു. സ്വച്ഛതാ ഹി സേവാ മിഷൻ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കുളപ്പള്ളി മഹർഷി വിദ്യാമന്ദിർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി മാലിന്യ സംസ്കരണം മാറണമെന്നും ജില്ലാ കളക്ടർ S. ചിത്ര പറഞ്ഞു. പലയിടത്തും മാലിന്യം തള്ളുന്ന സംസ്കാരം ഇന്നും കണ്ടുവരുന്നുണ്ട്. മാലിന്യം തള്ളുന്ന രീതി മാറണമെന്നും ശുചിത്വം വളരെ പ്രധാനമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മാലിന്യപ്രശ്നം പലയിടത്തും ഉണ്ടാകുന്നത് പതിവാണ്. ഇതിനെതിരെ ജാഗ്രത വേണം. മാലിന്യ സംസ്കരണം നടത്തുന്നതിനായി നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്നും കളക്ടർ പറഞ്ഞു. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇന്ത്യയിലും അതേപോലെ തന്നെ ലോകത്തും പല ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ ഈ സംസ്ഥാനത്തും അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വരണം. നമ്മുടെ നാട് വളരെ മനോഹരമാണ് അല്ലേ? പ്രത്യേകിച്ച് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് നല്ല പച്ചപ്പും പുഴകളും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ജില്ലയാണ്. പക്ഷേ ഇവിടുത്തെ മാലിന്യങ്ങൾ കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിന് കൂടി സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഈ സൗന്ദര്യം അതേപോലെ വരും തലമുറകൾക്കും കൂടി കാണത്തക്ക രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അതിനുവേണ്ടിയുള്ള ഒരു കഠിനമായ പരിശ്രമത്തിലാണ്. സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ കുട്ടികളും തയ്യാറാകണം. കുട്ടികൾ അവരവരുടെ വീടുകളിൽ മാലിന്യം സംസ്കരിക്കാൻ തയ്യാറാകണമെന്നും കളക്ടർ ഓർമ്മിപ്പിച്ചു. സമൂഹത്തിൽ ഓരോരുത്തരും മാലിന്യ സംസ്കരണം അവരവരുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണമെന്നും കളക്ടർ സൂചിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവാ മിഷൻ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കുളപ്പള്ളി ചൂന്നഗേറ്റിലെ മഹർഷി വിദ്യാമന്ദിർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന് നൽകി ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു. വേസ്റ്റ് കൊണ്ട് ആർട്ട് വർക്ക് നടത്തിയ മഹർഷി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ 8 കുട്ടികളെ ചടങ്ങിൽ ജില്ലാ കളക്ടർ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്വച്ഛതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G. വരുൺ, സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ A. ഷെരീഫ്, PS. രാജേഷ്, KP. പ്രസാദ്, PTA പ്രസിഡന്റ് P. രഞ്ജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി N. ഷീല, പ്രിൻസിപ്പൽ അനിൽ പിള്ളെ, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന പാതയിൽ പത്തിരിപ്പാല ചന്തയ്ക്ക് സമീപം കാറിടിച്ച് വയോധികൻ മരിച്ചു. മങ്കര പുള്ളോട് സ്വദേശി 72 വയസ്സുള്ള ഹംസയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മകനുമൊത്ത് വീട്ടിലേക്ക് മടങ്ങവേ പാത മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് അപകടം. സാരമായി പരിക്കേറ്റ ഹംസയെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ സാറക്കുട്ടി, മക്കൾ ഹക്കീം, ഗാരിദ്, മിഥിലാജ്, സാജുദ്ദീൻ, സെൽമത്ത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് KPCC ഉപസമിതി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് BJP. പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞ VD സതീശൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. സുരേഷ് ഗോപിയുടെ വിജയം റിപ്പോർട്ടിൽ പറയുന്നതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ കൊണ്ടാണ്. VD സതീശൻ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ BJP നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തീർച്ചയായിട്ടും കോൺഗ്രസ് ഉപസമിതിയുടെ റിപ്പോർട്ടിനെ ഭാരതീയ ജനതാ പാർട്ടി ഒരളവോളം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ VD സതീശൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് VD സതീശൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പ്രസ്താവന, സുരേഷ് ഗോപി ജയിച്ച അതിന്റെ മാനം കെടുത്താൻ നടത്തിയ VD സതീശന്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം. ഇതിന് മറുപടി പറയേണ്ടത് VD സതീശനാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പറയുന്നത് കോൺഗ്രസ് ഉപസമിതിയിൽ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട സുരേഷ് ഗോപിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സുരേഷ് ഗോപി ഇടപെടുകയും പ്രതാപൻ ഇടപെടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ, കോൺഗ്രസ് റിപ്പോർട്ടിലെ അന്തസത്ത. അതിനെ BJP സ്വാഗതം ചെയ്യുന്നു. അതിന് മറുപടി പറയേണ്ടത് VD സതീശനാണ്. കോൺഗ്രസിന്റെ ഒരു നേതാവിനും ഇനി പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറയാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഹസൻ എന്തുകൊണ്ട് എത്തിയില്ല? കെ മുരളീധരനെ വടകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ് അപമാനിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാണ്. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 6200 പേർ വിജയകരമായ പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരാക്കി. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 1000 പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുന്നത് ആലോചനയിലാണ്. പൊതുസമൂഹത്തിന്റെ രക്ഷാസേന എന്ന ഉത്തരവാദിത്ത ബോധത്തോടെ ആകണം സേനാംഗങ്ങൾ തങ്ങളുടെ അറിവുകൾ പ്രയോഗിക്കേണ്ടത്. കേവലം തീയണയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാ വകുപ്പ് മാറി. പ്രളയം, ഉരുൾപൊട്ടൽ മാത്രമല്ല, പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് അഗ്നിരക്ഷാസേന കാഴ്ചവെച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ മാത്രമല്ല, പകർച്ചവ്യാധികളുടെ നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഈ സേനയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏത് ദുരന്ത സാഹചര്യത്തെയും അവസരോചിതമായി നേരിടുന്നതിന് സജ്ജമായിരിക്കേണ്ട സേനയാണിത് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ ശാക്തീകരിക്കുക, ആധുനികവൽക്കരിക്കുക. 295 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, 20 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉൾപ്പെടെ 315 പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ K. പത്മകുമാർ, ഡയറക്ടർ ടെക്നിക്കൽ M. നൌഷാദ്, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ്, അക്കാദമി ഡയറക്ടർ MG രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ റെനി ലൂക്കോസ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ TS അജിലേഷാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വെളിച്ചം ദുഃഖമായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ. കേരള ഇലക്ട്രിക് വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ടൗൺ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഏറ്റുവാങ്ങുന്നത് വൈദ്യുതി വകുപ്പാണ്. ആധുനിക യുഗത്തിൽ നിരവധി മാർഗങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെങ്കിലും കേരളത്തിന്റെ ആവശ്യത്തിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഗതികേടാണ്. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന നിരക്ക് വർധനവും ഫീസുകളുടെ വർധനവും ജനങ്ങൾക്ക് അമിതഭാരം തന്നെയാണ്. പ്രൊഫഷണലിസത്തിലേക്ക് മാറുന്നതിൽ KSEBക്ക് വൈമുഖ്യമുള്ളതായി തോന്നാറുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു. എന്ത് തൊട്ടാലും, മിക്സി തൊട്ടാലും, ഗ്രൈൻഡർ തൊട്ടാലും, വാഷിംഗ് മെഷീൻ തൊട്ടാലും, അല്ലെങ്കിൽ ഈ രാത്രി കറണ്ട് പോയാൽ ഇതിനൊക്കെയുള്ള 100,000 പ്രശ്നം. എന്തിനാ കുട്ടികൾക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്ന അടക്കം ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷനായി. ആനുകൂല്യം സംബന്ധിച്ച് ക്ഷേമനിധി ബോർഡ് മെമ്പർ സന്തോഷ് ക്ലാസ് എടുത്തു. നിയമങ്ങൾ സംബന്ധിച്ചും പഠന ക്ലാസ് നടന്നു. വയനാട് ദുരന്തത്തിന് കൈത്താങ്ങാവാൻ സംഘടന തീരുമാനിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് സതീഷ്, ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, ജിഷ്ണു, അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ നടക്കുന്നത് വിപുലമായ ഒരുക്കങ്ങൾ. അടുത്ത ദിവസം മുതൽ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ക്യാമ്പയിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ വിപുലമായ പരിപാടികളോടെയാണ് നടത്തുന്നത്. 2ാം ഘട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. പൊതുയിടങ്ങൾ ശുചീകരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. പട്ടാമ്പി സർക്കാർ കോളേജ് പരിസരം, ലിബർട്ടി പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടപ്പാക്കും. കൂടാതെ മാരത്തോൺ, ചിത്രരചന, മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ 2ാം ഘട്ടം ഒക്ടോബർ 2-ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി നഗരസഭയിൽ വിവിധ പ്രവർത്തനങ്ങളാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ എല്ലാ രംഗത്തു നിന്നുള്ള ആളുകളെയും വിളിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ സംഘടന, അതുപോലെ ക്ലബ്ബുകൾ, NSSൻ്റെ കുട്ടികൾ, NSSൻ്റെ ചാർജ് വഹിക്കുന്നവർ എല്ലാവരെയും വിളിച്ച്, കുടുംബശ്രീ അംഗങ്ങളെ എല്ലാവരും വിളിച്ച് ചേർത്തുകൊണ്ട് ഒരു വിപുലമായ മീറ്റിംഗ് ഇന്ന് നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ വിവിധ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ആഴ്ചയിൽ ഒക്ടോബർ 2 വരേക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് വിവിധ പരിപാടികൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. വിവിധ മേഖലകളിൽ നിന്നുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു. പൊതുയിടങ്ങൾ ശുചീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ശുചിത്വ അവബോധ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെരിങ്ങോട്ടുകുറിശി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് AV ഗോപിനാഥ് പക്ഷം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 45 വർഷത്തിലേറെയായി കോൺഗ്രസ് ഭരണത്തിലുള്ള പെരിങ്ങോട്ടുകുറിശി സർവീസ് സഹകരണ ബാങ്കിൽ ചരിത്രത്തിലാദ്യമായാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിന് പെരിങ്ങോട്ടുകുറിശി സർവീസ് സഹകരണ ബാങ്ക് കളമൊരുങ്ങിയെങ്കിലും മുൻ ഭരണസമിതിക്കാരായ AV ഗോപിനാഥ് പക്ഷം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക കോൺഗ്രസുകാർ നോമിനേഷൻ സമയം തീരും മുൻപ് പത്രിക സമർപ്പിക്കാത്തതിനാൽ അവർക്ക് മത്സരിക്കാനായില്ല. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ 11-അംഗ ഭരണസമിതിയെ റിട്ടേണിംഗ് ഓഫീസറായ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അനു എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ എതിരില്ലാതെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട 11-അംഗ ഡയറക്ടർ ബോർഡിൽ മോഹൻദാസ് പ്രസിഡന്റായും ശശികല വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. 11-അംഗ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. മുൻ MLAയും വിമത കോൺഗ്രസ് നേതാവുമായ AV ഗോപിനാഥ് പുതിയ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും സഹകാരികൾക്കും പ്രത്യേക ആശംസ അറിയിച്ചു. പെരിങ്ങോട്ടുകുറിശിക്കാരുടെ ആശ്രയ കേന്ദ്രമായ സർവീസ് സഹകരണ ബാങ്കിനെ ആരു ശ്രമിച്ചാലും തകർക്കാൻ കഴിയില്ലെന്നും പെരിങ്ങോട്ടുകുറിശിക്കാരുടെ വികാരമാണിതെന്നും ഗോപിനാഥ് പറഞ്ഞു. അത് അപ്പം തന്നെ നിർദ്ദേശിച്ചാലും അത് സ്വീകരിച്ച് അവസാനിക്കുന്ന ഭരണസമിതിയായിട്ട് ഇത്തവണ എന്തൊക്കെയോ സംഭവിക്കുന്നത് പറഞ്ഞു. പക്ഷെ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ ജനങ്ങൾ വളരെ വിവേകവും ബുദ്ധിയും കൊണ്ടാണ് നോമിനേഷൻ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ആരെയും വിളിച്ചു കൂട്ടിയിട്ടില്ല. ഒരാളെയും വിളിച്ചു കൂട്ടിയ ഭരണം എന്ന് പറഞ്ഞാൽ 1000-ലധികം സ്ത്രീകൾ വരും. നാളെ നോമിനേഷനാണ്, സ്ത്രീകളൊക്കെ വരണം പറഞ്ഞ് ഒരു 12,000 സ്ത്രീകളെ നിലനിർത്താൻ ഈ ഭരണസമിതിക്ക് പ്രയാസം. പക്ഷെ അറിയാതെ തന്നെ സ്ത്രീകൾ നോമിനേഷൻ കുറിച്ച് പറയുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ കണക്ക് കൂട്ടൽ. കാരണം 30 കൊല്ലം തെരഞ്ഞെടുപ്പില്ലാത്ത എല്ലാ കക്ഷികളും ഒന്നിച്ചു പോയ പഞ്ചായത്തിന്റെ അകത്ത് ഒരു പ്രശ്നമുണ്ടാക്കാൻ മാത്രം ചില വ്യക്തികൾ ശ്രമിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
തൃശൂർ ചേലക്കര നാട്ടിയംചിറയിൽ നിയന്ത്രണം വിട്ട വാഹനം മറിഞ്ഞു. മണ്ണാർക്കാടേക്ക് ബാറ്ററി കൊണ്ടുപോകുകയായിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. എതിർവശത്ത് വന്ന ബൈക്കുമായി കൂട്ടി ഇടിക്കാതിരിക്കാനായി വാഹനം വെട്ടിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. തെരുവുനായ കുറുകെ ചാടി. അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുത തൂണിലിടിച്ച് അപകടം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്രയിൽ തിങ്കളാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. ചെറുപ്പശ്ശേരി സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ എയർ ബാഗ് കൃത്യസമയത്ത് പ്രവർത്തിച്ചതിനാൽ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്നത് ദുഷ്പ്രചരണമാണെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ. AITUC പാലക്കാട് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞുമാറുകയാണ്. കേരളത്തോട് മാത്രമാണ് കേന്ദ്ര സർക്കാർ അവഗണന തുടരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധത മറച്ചുപിടിക്കാനാണ് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC ജയപാലൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടി, ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, മോശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇപ്പോൾ നടന്നു വരുന്നത്. എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് നടത്തി വരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടത്തിന് പേരിൽ എന്തെല്ലാം വാദകോലാഹലങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. AITUC ജില്ലാ പ്രസിഡന്റ് P ശിവദാസൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മല്ലിക, V ഹരിദാസ്, TV വിജയൻ, വിഷ്ണു, T ചിന്നക്കുട്ടൻ, K മുത്തു, ചന്ദ്രശേഖരൻ, ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ, അസിസ്റ്റന്റ് സെക്രട്ടറി M ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ലഭിക്കേണ്ട കേന്ദ്ര സഹായം മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് LDF നേതൃത്വത്തിൽ മണ്ണൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPM ലോക്കൽ സെക്രട്ടറി TR ശശി ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ പഞ്ചായത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം മണ്ണൂർ കൂട്ടുമുക്കിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് OV സ്വാമിനാഥൻ, K സെയ്തലവി, മോഹനൻ, FJN നജീബ്, S അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകദേശം 400ഓളം ആളുകൾ മരണപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി. എന്നാൽ അതിൽ കേന്ദ്ര ഗവൺമെന്റിന് കണക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടും പെരുപ്പിച്ചു കാണിച്ചുകൊണ്ടും ഈ നാട്ടിലെ ജനങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും കേരളത്തിലെ ഗവൺമെന്റ് അതേപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ അഴിമതിക്കാരാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന രൂപത്തിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേട്ടയ്ക്കെതിരായി കേരളത്തിലെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്റർനാഷണൽ ഫിഫ റഫറിക്ക് ജന്മനാടിന്റെ ആദരം. കൽക്കട്ടയിൽ വെച്ച് നടന്ന അർജന്റീനയും വെനസ്വേലയും തമ്മിലുള്ള മത്സരം നിയന്ത്രിച്ച ഇന്റർനാഷണൽ ഫിഫ റഫറിയും മങ്കര സ്വദേശിയുമായ റോവൻ ആറുമുഖനെയാണ് ജന്മനാട് ആദരിച്ചത്. മങ്കര, കുനിയമ്പാടം, പറയങ്കാട് ഗണേശോത്സവ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആദരം സംഘടിപ്പിച്ചത്. കൃഷ്ണകൃപ കാറ്ററിംഗ് ഹാളിൽ നടന്ന ചടങ്ങ് മലമ്പുഴ ആനക്കൽ ശിവപാർവതി ക്ഷേത്രം മേൽശാന്തി കിഷോർ സ്വാമി ഉദ്ഘാടനം ചെയ്തു. വിജയം നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം അവരിലൂടെ സാധ്യമായി. അതുകൊണ്ട് ആറുമുഖേട്ട ഫാമിലിക്ക് മാറ്റുന്ന ബിഗ് സല്യൂട്ട്. പ്രത്യേക പരാമർശം, കൽക്കട്ടയിൽ വെച്ചിട്ടാണ് അർജന്റീന വെനസ്വേല കളി നടന്നിട്ടുള്ളത്. ആ കളിയിൽ ലോകോത്തര മഹത്തരമായിട്ടുള്ള, ഇന്നും എല്ലാവരും ഒരുപാട് താരങ്ങൾ മുമ്പിലുണ്ടെങ്കിലും മെസ്സി എന്ന വാക്ക് അഭിമാനപൂർവമാണ് എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. കളിക്കളത്തിലെ മിശിഹ എന്ന് പോലും പറയാറുണ്ട്. ആ കളി നിയന്ത്രിച്ചത് നമ്മളുടെ മങ്കര മണ്ണൂർകാരനാണ്, പാലക്കാട്ടുകാരനാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി നമ്മൾക്ക് ഇന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ റോവന്റെ നേട്ടമാണ് അതിനെല്ലാം തന്നെ കാരണം. V ജയകൃഷ്ണൻ അധ്യക്ഷനായി. റോവനെ സത്യഭാമ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. CM ഗോപകുമാർ ഉപഹാരം കൈമാറി. KT സുനീഷ്, KR ദിലീപ്, KB അനിൽകുമാർ, KK സുമേഷ്, KP പ്രദീപ്, ആറുമുഖൻ പറയങ്കാട്, PC ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. ആദരവിന് റോവൻ മങ്കരയിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞു. 2023 അത് കഴിഞ്ഞ സീസൺ കംപ്ലീറ്റ് ചെയ്തിട്ട് തുടക്കത്തിലുള്ള ഇതിനുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം വന്നതാണ്.
എൻ്റെ മോൾ അവിടെ നാഷണൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നാളെ അവളുടെ ഇവൻ്റ്. അപ്പോൾ നാളെ എനിക്ക് കോഴിക്കോട് വേറൊരു സെമിനാറിന് പോകാൻ വേണ്ടി എൻ്റെ പോക്കറ്റ് അനുസരിച്ച് അച്ഛനാണ് ഇന്ന് സംസ്ഥാനത്തേക്ക്. അപ്പോൾ ഇങ്ങനെയൊരു വേദി ഒരുക്കി എന്നെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു. റോവന്റെ പിതാവ് ആറുമുഖനും ചടങ്ങിൽ പങ്കെടുത്തു. നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇൻസ്ട്രക്ടർ കൂടിയാണ് റോവൻ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. JCI പട്ടാമ്പിക്കൊപ്പം ചാപ്റ്ററിന്റെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 25-ന് വാണിയംകുളത്ത് വെച്ചാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 8:30 മുതൽ 5 മണി വരെ വാണിയംകുളം സഹിയ റീജൻസിയിൽ വെച്ചാണ് പരിശീലന പരിപാടി നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകും. മൗസി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഷ്ഹർ മൗസി, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ PK കൃഷ്ണദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങിയവരും വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലോകപ്രശസ്തനായിട്ടുള്ള ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാറാണ് മുഖ്യ പരിശീലകനായിട്ട് എത്തുന്നത്. അതിനുശേഷമുള്ള സെഷനിൽ KVVSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് ടൈക്കൂണുകളായിട്ടുള്ള ഡോക്ടർ പി കൃഷ്ണദാസ്, അതുപോലെ തന്നെ മൗസി ഗ്രൂപ്പിൻ്റെ MD അസർ മൗസി, നല്ലറ ശംസുദ്ദീൻ തുടങ്ങി നിരവധി ആളുകളുടെ ഒരു ഇന്ററാക്ഷൻ സെഷൻ കൂടെ നമ്മൾ അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ JCI പട്ടാമ്പി പ്രസിഡന്റ് P അബ്ദുൾ റഫീഖ്, JCI കൊപ്പം പ്രസിഡന്റ് ഷിഹാബ്, ഷിബു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KP റസാഖ്, കോർഡിനേറ്റർമാരായ അൻസാർ, VT മുസ്തഫ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ പഞ്ചായത്തിലെ കിടപ്പുരോഗികൾക്കുള്ള ധനസഹായ വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുന്ന സദസ്സും സംഘടിപ്പിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കൂടിയിട്ടുണ്ട്. ഞാനൊക്കെ അതിൽ ചെറിയ കടിയിൽ മാത്രമല്ല എൻ്റെ വലിയ ശക്തിക്ക് വേണ്ടിയിട്ട് ശക്തി വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റാതെ ഇനി എപ്പോഴായാലും ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ. ഏതായാലും ഈ അധികം പറഞ്ഞിട്ട് ഞാൻ ഇതാക്കുന്നില്ല. പക്ഷേ ഇത് തുടർന്നുകൊണ്ട് പോകട്ടെ, ഇത് ഇനി കൂടുതൽ വിവരമാവട്ടെ. ഇപ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ട് ചികിത്സ കൊടുക്കുന്നുണ്ട്. അതിലുള്ള ആംബുലൻസ് വാൻ തയ്യാറായി കഴിയും, അതും ഇതാക്കുന്നുണ്ട്. അത് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ആ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് രക്ഷ കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് ഈശ്വരനോട് ഏറ്റവും പ്രാർത്ഥന. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി ഒരു വർഷത്തിനുള്ളിൽ തന്നെ നാടിന് മാതൃകയായി മാറിക്കഴിഞ്ഞെന്നും കിടപ്പ് രോഗികൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും കൈത്താങ്ങായി മാറാൻ സാധിച്ചെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മണ്ണൂർ രാജകുമാരനുണ്ണി പറഞ്ഞു. കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. പരിപാടിയിൽ ചാരിറ്റി പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത നിർവഹിച്ചു. TR ശശി, അബ്ദുൾ മുത്തലി, PK ഉണ്ണികൃഷ്ണൻ, K സെയ്തലവി, SJN നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ 180ഓളം മുഴുവൻ കിടപ്പ് രോഗികൾക്കും ഓണക്കിറ്റും വിതരണം ചെയ്തിരുന്നു. VK മുരളി സ്വാഗതവും നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടേറിയൻ MD ഗീത എബ്രഹാം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഗീതാമൃതം എന്ന പേരിൽ ഷൊർണൂർ മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് P കൃഷ്ണകുമാർ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് സ്വാഗതമാശംസിച്ചു. ജയപ്രകാശ്, അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. CA എബ്രഹാം യോഗത്തിന് നന്ദി പറഞ്ഞു. ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഷൊർണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ചലച്ചിത്ര താരം ഉണ്ണിമുകുന്ദന്റെ ജന്മദിനം ആഘോഷിച്ചു. ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ നടന്ന ആഘോഷ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് മണികണ്ഠൻ കേക്ക് മുറിച്ച് ഉണ്ണിമുകുന്ദന് പിറന്നാൾ ആശംസകൾ നേർന്നു. സിനിമ കാണാനായി തിയേറ്ററിലേക്ക് എത്തിയവർക്ക് മിഠായികളും വിതരണം ചെയ്തു.
ഉണ്ണിമുകുന്ദന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രദേശത്തെ 15ഓളം പേർക്ക് ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഷൊർണൂർ യൂണിറ്റ് ഉച്ചഭക്ഷണവും നൽകി. സന്ദീപ്, നിഖിൽ, അഖിൽ, ഗിരീഷ്, കാർത്തിക് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഷൊർണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഉണ്ണിമുകുന്ദന്റെ പിറന്നാൾ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ കേക്ക് മുറിച്ച് മിഠായി വിതരണം നടത്തി. അതിനുശേഷം ഒരു 15 പേർക്ക് ഉച്ചഭക്ഷണം നൽകി ഞങ്ങൾ ഈ പിറന്നാൾ ആഘോഷം കേമമാക്കി ആഘോഷിച്ചു. തിയേറ്റർ ജീവനക്കാരും പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ജമാഅത്തെ ഇസ്ലാമി ചെറുതുരുത്തി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സൗഹൃദ സംഗമം ജമാഅത്ത് ഇസ്ലാമി ചെറുതുരുത്തി ഘടകം പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി വെട്ടിക്കാട്ടിരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പേരിലുള്ള വകതിരിവുകളെ മാറ്റിക്കൊണ്ട് അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന അതിൻ്റെ നിയോഗം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അധർമ്മങ്ങൾക്കെതിരെ കൈപ്പൊക്കുവാൻ ഒരു കാലത്ത് നമ്മളെല്ലാം ഉപനിഷത്തുകളും അതുപോലെ തന്നെ ഉപദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, മാനിഷാദ പാടിയ വാത്മീകി മഹർഷിയെ മാനിഷാദ അരുത് കാട്ടാള എന്ന് പറയാൻ ധൈര്യം കാണിച്ച് ക്രൗഞ്ചപക്ഷികളെ വേട്ടയാടാൻ പോയ ആ വേട്ടാളനെ നോക്കി അരുത് കാട്ടാള എന്ന് പറഞ്ഞ ആ മാമുനി മഹർഷിമാർ ഇന്നില്ല. JBR ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് PM അലി അധ്യക്ഷനായി. നീലാംബരൻ ഇളയത്, വായനശാല സെക്രട്ടറി മോഹൻദാസ്, പുതുശ്ശേരി പാടശേഖര സമിതി അംഗം രാജഗോപാലൻ, ദേശമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PS ലക്ഷ്മണൻ, സാജൻ മാത്യു, വിവിധ രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ, അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് സുമോദ്, രതീഷ്, സുലൈമാൻ, MV രാമചന്ദ്രൻ, MM മൊയ്തുണ്ണി, ഹാമിദ് റൻതീസി, KM മനോജ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി സക്കീർ സ്വാഗതവും മുഹമ്മദ് കുട്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മാത്തൂർ 14-ാം വാർഡ് ചെങ്ങണിയൂർക്കാവ് സഞ്ജയ് സ്മാരക കലാസമിതിയുടെ നേതൃത്വത്തിൽ തുളസി സ്മാരക വായനശാല രൂപീകരിച്ചു. രൂപീകരണ യോഗം മാത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് G ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. രൂപീകരണ യോഗത്തിൽ ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം KM മാത്തൂർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ K ഉദയപ്രകാശ് സ്വാഗതവും G പ്രസീല നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി K ഉദയപ്രകാശിനെയും വൈസ് പ്രസിഡന്റായി K ഇന്ദിരാപ്രസാദിനെയും സെക്രട്ടറിയായി പ്രസീല സുഭാഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി C മോഹനനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. പൈങ്കുളം രാമചാക്യാർ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെയും കൂടിയാട്ട കലാകാരന്മാരുടെയും സഹകരണത്തോടെയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ജൂലൈ 31-ാം തീയതിയായിരുന്നു പൈങ്കുളം രാമചാക്യാരുടെ 44-ാം ചരമദിനം. രാമചാക്യാരുടെ ഛായാചിത്രത്തിന് മുന്നിൽ കലാമണ്ഡലം ഗിരിജാദേവി, പൈങ്കുളം നാരായണ ചാക്യാർ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. പ്രൊഫസർ CM നീലകണ്ഠൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പല പ്രദേശങ്ങളിലും പല സാംസ്കാരിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ സഹകരണത്തോടെ ഇത്തരം പരിപാടികൾ നടത്തുക എന്നുള്ള ഒരു പ്രധാന പ്രവൃത്തിയിലേക്ക് അവർ നീങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഞങ്ങൾ ഔട്ട്റീച്ച് പ്രോഗ്രാം, എക്സ്റ്റൻഷൻ ലെക്ചേഴ്സ് ഒക്കെ പറയും. ഇതിങ്ങനെ പല സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ മാത്രം സെൻറ്റർ ചെയ്യാണ്ട് ഈ വിജ്ഞാനങ്ങൾ, അറിവുകൾ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ വേണ്ടി, ഡിസെമിനേറ്റ് ചെയ്യാൻ വേണ്ടി പല കേന്ദ്രങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം രമേശൻ നമ്പീശൻ അധ്യക്ഷനായി. രാമചാക്യാർ സ്മൃതി പ്രഭാഷണം KB രാജനന്ദ് നിർവഹിച്ചു. കലാമണ്ഡലം രാജീവ്, കൃഷ്ണകുമാർ, കനകകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പാഞ്ഞാൾ ദേവസ്വം മാനേജർ നെല്ലിക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി, വായനശാല പ്രസിഡന്റ് വിജയാനന്ദ്, PN ശ്രീരാമൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത ഗുരുസ്ഥാനീയരെയും വിശിഷ്ട വ്യക്തികളെയും കഥകളി ക്ലബിന്റെ സുവർണ ജൂബിലി മുദ്രണം നൽകി ആദരിച്ചു. കൂടിയാട്ട കുലപതിയുടെ അനുസ്മരണ യോഗത്തോടനുബന്ധിച്ച് കൂടിയാട്ടത്തിലെ ആചാര്യന്മാരും സാംസ്കാരിക പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ്. കഞ്ചാവ് കണ്ടെത്തിയത് മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്.
ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.932 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം സ്വദേശികളായ 2 പേർ പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് വഴിക്കടവ് പുത്തൻപീടിക വീട്ടിൽ 37 വയസ്സുള്ള കോയക്കുട്ടി, പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള സക്കീർ എന്നിവർ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീണ്ടും അനൗൺസറെ ശകാരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഭൂഭവനരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സംസാരിച്ച അനൗൺസറാണ് മുഖ്യമന്ത്രിയുടെ ശകാരത്തിനിരയായത്. ശകാരിച്ചത് മുഖ്യമന്ത്രി ഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനിടെ ശബ്ദമുയർത്തി മൈക്കിൽ അനൗൺസ് ചെയ്തതിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് KPCC ഉപസമിതി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് BJP. സുരേഷ് ഗോപിയുടെ വിജയം KPCC റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ കൊണ്ടാണെന്നും പൂരം കലക്കിയതുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചതെന്ന VD സതീശന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ BJP നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് വരണം. ഓരോരുത്തരും മാലിന്യ സംസ്കരണം അവരവരുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണമെന്നും ജില്ലാ കളക്ടർ. സ്വച്ഛതാ ഹി സേവാ മിഷൻ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കൊളപ്പുള്ളിയിൽ കളക്ടർ നിർവഹിച്ചു. സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും അവരവരുടെ വീടുകളിൽ മാലിന്യം സംസ്കരിക്കാൻ കുട്ടികൾ മുൻകൈയെടുക്കണമെന്നും കളക്ടറുടെ ആഹ്വാനം. കേവലം തീയണയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാവകുപ്പ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രളയം, ഉരുൾപൊട്ടൽ സാഹചര്യങ്ങളിൽ മാത്രമല്ലാതെ പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് അഗ്നിരക്ഷാസേന കാഴ്ചവെച്ചതെന്ന് മുഖ്യമന്ത്രി. തൃശൂരിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തീകരിച്ച റെസ്ക്യൂ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ്. ആധുനിക യുഗത്തിൽ നിരവധി മാർഗങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും കേരളത്തിന്റെ ആവശ്യത്തിന് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഗതികേടാണെന്ന സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ. പ്രൊഫഷണലിസത്തിലേക്ക് മാറുന്നതിൽ KICBക്ക് വൈമുഖ്യമുണ്ടെന്നും മുണ്ടൂർ സേതുമാധവൻ. വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സഹായം ഇല്ലാതാക്കാൻ മാധ്യമങ്ങൾ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കി LDF. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധത മറച്ചുപിടിക്കാനാണ് സർക്കാരിനെതിരെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ. സംസ്ഥാന പാതയിൽ പത്തിരിപ്പാല ചന്തയ്ക്ക് സമീപം കാറിടിച്ച വയോധികൻ മരിച്ചു. മരിച്ചത് മങ്കര സ്വദേശി 72 വയസ്സുള്ള ഹംസ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ പരുത്തിപ്രയിൽ അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുതി തൂണിലിടിച്ച അപകടം. വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റിയത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന്. തൃശൂർ ചേലക്കര നാട്യം ചിറയിൽ നിയന്ത്രണം വിട്ട വാഹനം മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.